ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 7-ാം തീയതി 342-ാമത്തെ ദിവസത്തിലെത്തി. ഓർമ്മപ്പെടുത്തിയില്ല എന്ന് ആരും പരാതി പറയരുതേ. ഈ വർഷം തീരാനായിട്ടും പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാനുമായിട്ട് ഇനി 25 ദിവസങ്ങളേ ഉള്ളൂ. മക്കളൊക്കെ സത്യത്തില് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു ദാനമാണെന്ന് ഏതാണ്ട് ഭൂമിയിലെ മുഴുവൻ അപ്പമാരും അമ്മമാരും അവരിലൂടെ രൂപപ്പെട്ട മക്കളും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കരുതുകയാണ്. മക്കള് ലഭിക്കാത്ത ദമ്പതികളോ ദൈവം കൂട്ടിന് കൂടെയുണ്ടെന്നുള്ള ഒരു പുതിയ ബോധ്യം ഒന്നുകൂടി ഉറപ്പിച്ചെടുക്കുകയാണ്. എലിശബയുടെ അടുക്കലെത്തിയ മറിയം 3 മാസത്തോളം അവിടെ തൻ്റെ ചാർച്ചക്കാരിയോടൊത്തായിരുന്നു. ദൈവത്തിൻ്റെ അമ്മ അങ്ങനെ ഒരു മേൽവിലാസത്തിലേക്ക് പാവം ഈ പെൺകുട്ടി എത്തുകയാണ്. ആരംഭരംഗത്തെ മുഴുവൻ സംഭവങ്ങളെയും ധ്യാനപൂർവം നോക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ തന്നെ കൂട്ടി വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ലേ? എന്നിട്ടും എന്തേ ഈ പെൺകുട്ടി മാത്രം വീണ്ടും കുറച്ചുകൂടി സാധാരണ അവസ്ഥയിലേക്ക് സ്വയം തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തൻ്റെ ചാർച്ചക്കാരി എലിശബ ആവാത്ത കാലത്ത് ഇപ്പോൾ കടന്നുപോകുന്ന കൃപയുടെ സ്വസ്ഥതക്കേടുകളെ പ്രാർത്ഥനാപൂർവം മനസ്സിലാക്കുകയാണ്. അവരെ പോയി സന്ദർശിക്കുന്നു. അവിചാരിതമായ ആഹ്ലാദകാരത്തോടൊപ്പം കൂടുകയും സന്തോഷം പങ്കിടുകയും അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നു. വെറും ഒരു സന്ദർശനമൊന്നും അല്ല കേട്ടോ. തൻ്റെ ഉള്ളില് ദൈവം രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവില് ഒരു ചെറിയ പെൺകുട്ടിയുടെ നിലപാടുകൾ കണ്ടോ, പ്രവർത്തികൾ കണ്ടോ? എന്തിൻ്റെ കേടായിരുന്നു ഈ മറിയപ്പെണ്ണിനെന്ന് നമ്മുടെ വീടിൻ്റെ അകത്ത് നിന്ന് ചില വെല്ലുമ്മച്ചിമാരൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അടങ്ങിക്കുത്തി എവിടെയെങ്കിലും ഇരുന്നാ പോരായിരുന്നു? എത്രയോ തലമുറകളായി എന്തുമാത്രം കന്യകമാർ കാത്തിരുന്ന ഒരു വലിയ അത്ഭുതമാണ്, ഒരു വലിയ സൗഭാഗ്യമാണ് ഈ ചെറിയ പെൺകുട്ടിയെ തേടി ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നിട്ടും ഇവളെന്തേ ഇങ്ങനെ? ഉള്ളിലുണ്ടായ ദൈവാനുഭവത്തെ എങ്ങനെയാണ് നമ്മൾ ഇനി പ്രകടിപ്പിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതുമൊക്കെ? അത് ചില ബന്ധങ്ങളെയൊക്കെ അന്വേഷിച്ചിറങ്ങുന്നതിലൂടെയാണ്. ചില ചെറിയ സമർപ്പണങ്ങളൊക്കെ മനസ്സോടുകൂടി നൽകുന്നതിലൂടെയാണ്. ഒപ്പം തന്നെ മനസ്സിലാക്കാനായിട്ട് ഈ ഭൂമിയിൽ ചാർച്ചക്കാരിയായ എലിശബ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു നിശ്ചയം കൂടി മറിയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. ആരോടും പറഞ്ഞാലും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും, എന്നാൽ ഈ ഭൂമിയിൽ എലിശബ മാത്രമേ ഉള്ളൂ. മാലാഖ വന്ന കാര്യവും ലഭിച്ച ദർശനത്തിൻ്റെ ആഴവും പരപ്പും അർത്ഥവും അതിനകത്തുള്ള ചില അപകടങ്ങളുമൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് പങ്കുവെച്ചാൽ ഭൂമിയിൽ എലിസബത്തിന് മാത്രം അത് പിടുത്തം കിട്ടും. കൊച്ചേ, എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്. ഏതാണ്ട് സമാനമായ ചില അനുഭവങ്ങളിലൂടെ ഞാനും കടന്നുപോയിട്ടിപ്പോൾ ഏതാണ്ട് 6 മാസം കാലം കഴിഞ്ഞിട്ടുണ്ടെന്ന് തിരിച്ച് ഈ ചെറിയ പെൺകുട്ടിയോട് ആ വല്യമ്മച്ചി തീർച്ചയായിട്ടും പറയും. അത്തരമൊരു ആശ്വാസം ലഭിപ്പാനും ഒരു കരുതലിൻ്റെ ഉറപ്പിനും വേണ്ടിയിട്ട് കൂടിയാവും ഈ മറിയം ഇങ്ങനെയൊരു ഏകാന്ത യാത്ര ആ ദുർഘടമായ മലനാട്ടിലേക്ക് നടത്തിയത്. എന്തുകൊണ്ട് ഭൂമിയിൽ പരസ്പരം നമുക്കിങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാനായി, ഒപ്പമുണ്ടെന്നുള്ള ഉറപ്പും
മനസ്സിലാകുന്നുണ്ട്, പിടികിട്ടുന്നുണ്ടെന്നും സാരമില്ലെന്നൊക്കെ പറഞ്ഞൊന്ന് ചേർത്ത് നിർത്താനായിട്ട് പറ്റാതെ പോകുന്നത്. എല്ലാ ബന്ധങ്ങളെയും നമുക്കൊന്നും കൂടി ഈ ക്രിസ്തുമസിൻ്റെ വ്രതദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷവും ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.